സ്റ്റോറി രാഗേന്ദു. പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ VI. അസുരൻ്റെ പാതി. അത്രയും പറഞ്ഞവൾ ചിലങ്ക മേശപ്പുറത്ത് വച്ച് ബെഡിലേക്ക് നീങ്ങിയതും അവൻ്റെ ബലിഷ്ഠമായ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിക്കൊണ്ട് അവനിലേക്ക് അടുപ്പിച്ചു. അങ്ങനെ അങ്ങ് പോവാതെ, ഇതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം. ഒറ്റപ്പുരികം പൊക്കി അവൻ ചോദിച്ചതും അവളിൽ നാണത്തിൻ്റെ പുഞ്ചിരി വിരിഞ്ഞു. അത് കണ്ടവൻ അവളിലെ പിടി ഒന്നുകൂടെ മുറുക്കി. എന്നാ ഞാനൊരു മറുപടി പറയട്ടെ? അന്നൊരിക്കൽ നീ എന്നോട് ചോദിച്ചതിൻ്റെ മറുപടി വേണ്ടേ എൻ്റെ പെണ്ണിന്? അവൻ്റെ കണ്ണുകളിൽ വിരിഞ്ഞ ഭാവം എന്തെന്ന് അവൾക്ക് തിരിച്ചറിയാനായില്ല. അവളുടെ പരൽമീൻ മിഴികൾ പിടച്ചുകൊണ്ടിരിക്കെ അവൻ ആ കുഞ്ഞു മുഖം കയ്യിലെടുത്തു. അവളുടെ കവിൾത്തടം നാണത്താൽ ഒന്ന് തുടുത്തു. മറുപടി വേണ്ടേ? അവൾ നാണത്തോടെ വേണ്ടെന്ന് തലയാട്ടി. വേണ്ടേ? അങ്ങനെ പറഞ്ഞാലെങ്ങനെയാ? അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് ചുണ്ടുകൾ ചേർത്തു. അവളുടെ മിഴികൾ കൂമ്പി അടഞ്ഞു. ഏറിയ പ്രണയത്തോടെ അവളുടെ അധരങ്ങളിൽ തേൻ നുകരവേ അനുസരണയില്ലാത്ത അവൻ്റെ കൈകൾ അവളുടെ ടോപ്പിനുള്ളിൽ കൂടി നഗ്നമായ ഇടുപ്പിൽ കുറുമ്പ് കാട്ടി. നിശാപുഷ്പങ്ങൾ കാറ്റിലാടി ഉലഞ്ഞു. അവയെന്തോ അടക്കം പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. ബാൽക്കണിയിൽ നട്ടുപിടിപ്പിച്ച മുല്ലവള്ളികൾ നാണമില്ലാതെ അവരുടെ മുറിയിലേക്ക് എത്തി നോക്കി. പിന്നെ എന്തോ ഓർത്തിട്ടെന്നോണം അവൾ കണ്ണുകൾ താഴ്ത്തി കുലുങ്ങി ചിരിച്ചു. അങ്ങകലെ ശാന്തമായി തിരയെ മുത്തിക്കൊണ്ടിരുന്ന കടൽ ഭ്രാന്തമായി കരയെ ചുംബിച്ചു. അതുപോലെ അവനും ഭ്രാന്തമായി അവളുടെ അധരങ്ങളെ നനച്ചുകൊണ്ട് ചുംബിച്ചുകൊണ്ടിരുന്നു. അവരുടെ ചുംബനത്തിൻ്റെ സീൽക്കാരനാദങ്ങൾ കേട്ട് ആ 4 ചുവരുകളും പ്രണയാദ്രമായി. ശ്വാസം തടസ്സമായി വന്നപ്പോൾ അവൻ അവളിൽ നിന്നും വിട്ടുമാറി. ഇരുവരും നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ വെട്ടി വിയർത്തു. അവളുടെ അധരങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചോരത്തുള്ളികളെ അവൻ നുണഞ്ഞെടുത്തു. അവളെ നോക്കിക്കൊണ്ടവൻ കള്ളച്ചിരിയോടെ നാവ് കൊണ്ട് ചുണ്ടൊന്നൊഴിഞ്ഞു. ഐ ലവ് യു ഭൂമി. നാണത്താൽ അവളുടെ കവിൾത്തടത്തിലേക്ക് രക്തം ഇരച്ചു കയറി. ചുവന്ന കവിളുകളിലേക്ക് അവൻ ഒന്ന് മെല്ലെ കടിച്ചു. അവളൊന്ന് ഏങ്ങിക്കൊണ്ട് ഉയർന്നു പൊങ്ങി. അവരിലെ പ്രണയം അതിരുകൾ ലംഘിക്കാൻ ഒരുങ്ങുന്ന വേളയിൽ അനുവാദം കൂടാതെ കടന്നു വന്ന നിശാമാരതിന് പോലും കുളിര് കോരാൻ കഴിയാത്ത വിധം അവർ വെട്ടി വിയർത്തു. വിയർപ്പ് കുനിഞ്ഞ് തല കുനിച്ചു നിൽക്കുന്നവളെ തന്നെ അവൻ ഉറ്റുനോക്കി. വിയർപ്പ് പൊടിഞ്ഞ് നെറ്റിയിൽ അവൻ മെല്ലെ ചുണ്ടുകൾ ചേർത്തു. ഡി, നമുക്ക് ജീവിച്ചു തുടങ്ങാം പെണ്ണേ. അവൻ ചോദിച്ചതും മൗനമായിരുന്നു മറുപടി. എന്നാൽ അവളുടെ തുടുത്ത മുഖത്തും തിളക്കവാർന്ന കണ്ണുകളിലും ഉണ്ടായിരുന്നു അവനുള്ള മറുപടി. മെല്ലെ അവളുടെ മിഴികൾ കൂമ്പി അടഞ്ഞതും ഇരു കണ്ണിലേക്കും അവൻ ചുണ്ടുകൾ ചേർത്തു. ആ കുഞ്ഞു മുഖമാകെ മതിവരാത്ത പോലെ അവൻ്റെ അധരങ്ങൾ ഓടി നടന്നു. പിന്നെ ചുംബനങ്ങൾ വഴിമാറി. അവളുടെ കഴുത്തിലും മാറിലുമെല്ലാം അവൻ്റെ അധരങ്ങളും ദന്തങ്ങളും നാവുമൊക്കെ മാറി മാറി പ്രണയമുദ്ര പതിപ്പിച്ചു. രാവണ. സുഖമുള്ള നോവുകൾ അവൻ്റെ ദന്തങ്ങൾ അവൾക്ക് സമ്മാനിച്ചു. അവളിൽ നിന്നും വമിച്ച ഓരോ സ്വരവും അവൻ്റെ കാതുകളിലേക്ക് ഇരച്ചെത്തിയതും അവളുടെ ഹൃദയത്താളവും അവൻ്റെ സിരകളെ ചൂട് പിടിപ്പിച്ചു. പൂവിൻ്റെ ഇതൾ കൊഴിയും പോലെ വസ്ത്രങ്ങൾ അടർന്നു വീണു. അവളുടെ നഗ്നമായ കുഴിഞ്ഞു മേനിയിലേക്ക് അവൻ അമരുന്നതിനനുസരിച്ച് അവളുടെ മെയ്യൊന്ന് വിറച്ചു. നഖങ്ങൾ അവനിൽ ചിത്രം വരച്ചു. അവരിലെ സ്ത്രീയും പുരുഷനും ഉണർന്നു. ഒരു മനസ്സായവർ ഒരു മെയ്യാവാൻ കൊതിച്ച നിമിഷം, പ്രണയത്തോടെ ഉയിരിൽ ചേർത്തു വയ്ക്കാൻ വെമ്പൽ കൊണ്ട നിമിഷം. അതുവഴി പോവാൻ കാറ്റ് പോലും ഒന്ന് മടിച്ചു. അവരുടെ പ്രണയം കണ്ട് കൊതി തോന്നിയിട്ടെന്നോണം അവൻ മുല്ലച്ചെടിയെ തഴുകി ഉണർത്തി. തൻ്റെ പ്രിയതമൻ്റെ തലോടലേറ്റ് അവൾ നാടിയുലഞ്ഞു മുട്ടുകൾ വിരിച്ചു. ആ നിശയിൽ പ്രണയം പങ്കുവയ്ക്കുന്ന കമിതാക്കൾക്ക് കുളിരേകാൻ എന്ന് വ്യാജേന മേഘങ്ങൾ മഴയിലൂടെ മണ്ണിലേക്ക് അലിഞ്ഞു ചേർന്നു. തൻ്റെ പ്രിയതമനായ മഴയുടെ വരവ് കാത്തുനിന്ന പാരിജാതം അവനിൽ മതിവരുവോളം നനഞ്ഞു മടങ്ങി നിന്നു. അപ്പോഴും അവൻ അവളിലേക്ക് ആർത്തു പെയ്തുകൊണ്ടേയിരുന്നു. പാരിജാതവും മുല്ലയും മറ്റു നിശാപുഷ്പങ്ങളും അവർക്കായി സുഗന്ധം പരത്തിയെങ്കിലും അവൻ അറിഞ്ഞത് അവളുടെ ഗന്ധമായിരുന്നു. അത് അവനിൽ നിറഞ്ഞു നിന്നു. ഭൂമി. അവളുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. വിയർപ്പ് കണങ്ങൾ പോലും കെട്ടിപ്പുണർന്ന് പ്രണയം കൈമാറിയ നിമിഷമായിരുന്നു അത്. ഒരു മുല്ലവള്ളി പോലെ അവൻ മെല്ലെ മെല്ലെ അവളിൽ പടർന്നു കയറി. അവളിൽ നിന്നുയർന്ന പ്രണയസീൽക്കാരങ്ങൾ അവനെ ഉന്മാദത്തിലെത്തിച്ചു. അവൻ അധരങ്ങൾ കൊണ്ട് അവളുടെ അധരങ്ങളെ ബന്ധിച്ചു.
ഇരു ഉടലുകളുടെയും പ്രണയസല്ലാപം കണ്ട് കൊതി തോന്നിയിട്ടാകണം ചൂട് നിശ്വാസങ്ങൾ ചുവരിനും, മുല്ലവള്ളി കാറ്റിനും, മേഘങ്ങൾ ഭൂമിക്കും, പാരിജാതം മഴയ്ക്കും പ്രണയം കൈമാറിയത്. അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി അവളുടെ ഓരോ അണുവിനെയും സ്വന്തമാക്കി. രാത്രിയുടെ സുന്ദരമായൊരു യാമത്തിൽ അവളിലെ പെണ്ണിനെ ചെറുനോവോടെ അവൻ രുചിച്ചറിഞ്ഞു. മെത്തയിലെ വെള്ളവിരിയിൽ ചുവപ്പ് രാശി പടർത്തിക്കൊണ്ട് അവൾ അവന് സ്വന്തമായി. കിതപ്പടക്കാനാവാതെ അവളുടെ മാറിലേക്ക് അവൻ തളർന്നു വീണതും അവളുടെ കുഞ്ഞു കൈയുടെ തലോടലേറ്റവൻ മുഖം ഉയർത്തി നോക്കി. അരണ്ട വെളിച്ചത്തിൽ കണ്ട അവളുടെ നാണത്തിൽ കുതിർന്ന മുഖത്തിന് ചുവപ്പിനേക്കാൾ നിറവുണ്ടെന്ന് തോന്നി. മോഹം മൊട്ടിട്ട മുല്ലവള്ളി പോലെ അവളിൽ പടർന്നു കയറവേ തനിക്കായി തുടിച്ച അവളുടെ ഹൃദയധ്വനി കേട്ട് ഓരോ മൊട്ടുകളും 1000 ഇതളിട്ട് വിരിഞ്ഞത് അവൻ അറിഞ്ഞു. മുല്ലവള്ളി കാറ്റിൻ്റെ കരലാളനങ്ങളിൽ പൂത്തുലഞ്ഞ് തളർന്നു നിന്നു. അപ്പോഴും കാറ്റൊരു കരുതലോടെ അവളെ തലോടിക്കൊണ്ടിരുന്നു. ഭൂമിപ്പെണ്ണിൽ നിന്നൊരു കിതപ്പോടെ അടർന്നു മാറിയ അവൻ്റെ നെഞ്ചിലേക്ക് അവളും ചാടി. അവൻ്റെ രോമാവൃതമായ കൈകൾ അവളുടെ നഗ്നമേനിയിലൂടെ ചുറ്റി വരുന്നു. എന്തെന്നില്ലാത്ത നിർവൃതി ഇരുവരെയും പൊതിഞ്ഞു. അവൾ വിരൽ കൊണ്ട് അവൻ്റെ നെഞ്ചിൽ കളം വരച്ചു. ഇരുവരുടെയും നിശ്വാസങ്ങൾ വാചാലമായിരുന്നു. അവ പരസ്പരം എന്തോ പറഞ്ഞു നാണിച്ചു നിന്നു. അവൻ വിരൽ തുമ്പാൽ അവളുടെ മുഖം അവന് നേരെ ഉയർത്തി. വേദനിച്ചോ എൻ്റെ പെണ്ണിന്? ഒത്തിരി വേദനിച്ചോ? അത് കേട്ടതും അവൻ അവളുടെ നെറ്റിയിലേക്കൊന്ന് മുത്തി. രാവണ. അല്പനേരത്തെ മൗനം ഭേദിച്ചുകൊണ്ട് അവൾ വിളിച്ചു. എന്താടി പെണ്ണെ? എനിക്കൊരു പാട്ട് പാടിത്തരുമോ? പാട്ടൊക്കെ പാടിത്തരാം. ആദ്യം നീ എന്നെ ഒന്ന് ഇച്ഛായെന്ന് വിളിക്ക്. നിഷേധത്തിൽ കൊഞ്ചലോടെ നീട്ടി അവൾ മൂടി. എന്നാ പാടില്ല. പാട്. അപ്പോൾ വിളിക്ക്. ഇച്ഛായ ഒന്ന് പാട്. അവൾ ഒരു ഈണത്തിൽ വിളിച്ചു. നീയും കൂടെ പാടുമോ? അവൻ പാടാൻ തുടങ്ങിയതും പൂക്കളുടെ സുഗന്ധം നിറച്ച് കുളിർക്കാറ്റ് അവരെ തഴുകിപ്പോയി. അവൻ ഒന്നുകൂടെ അവളെ പുണർന്നു പിടിച്ചു. ജോണേ, ഞാൻ രാഷ്ട്രീയത്തിലേക്കൊന്ന് ഇറങ്ങുക. പിന്നിൽ നിന്ന് കളിച്ചു മതിയായി. ഇനി അരങ്ങിലേക്ക് ഇറങ്ങാം. രുദ്രൻ തെക്കനോട് പറഞ്ഞതും അവൻ ഗൗരവത്തോടെ കേട്ടിരുന്നു. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ മുഴുവൻ വളർന്നത് എന്നിലൂടെയാണ്. എത്ര നാളിങ്ങനെ പോസ്റ്ററിൽ കയറ്റി നടക്കും? പോസ്റ്ററിൽ കയറാൻ എനിക്കൊരു മോഹം. വരുന്ന ഇലക്ഷനിൽ ഞാൻ മത്സരിക്കാൻ പോവാം. എല്ലാം ഓക്കെയാ. ബട്ട് ആ കേസിന് തല പൊക്കരുത്. തെളിവില്ലാതെ മൂടി ആ കേസ് ഇനി എങ്ങനെ തല പൊക്കാനാ? പൊക്കും, ഉറപ്പായും പൊക്കും. തെളിവില്ലെന്ന് ആര് പറഞ്ഞു? തെളിവ് നമുക്ക് മുന്നിലില്ലെന്ന് മാത്രം. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ സ്ഥിതിക്ക് ഞങ്ങളുടെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ ആ തെളിവിന് കഴിയും. പൊക്കുമ്പോഴല്ലേ അത് ഞാൻ നോക്കിക്കോളാം. ഏച്ചായോ, ദേ കൊച്ചിനെന്തോ സംസാരിക്കണമെന്നും പറഞ്ഞിതാ തോട്ടത്തിലെ ബെഞ്ചിലിരിപ്പുണ്ട്. ഉച്ചക്ക് തിരിച്ചെത്തിയ തെക്കനോട് വടിവാൾ പറഞ്ഞതും തെക്കൻ അങ്ങോട്ട് നടന്നു. കഴിഞ്ഞ മധുര നിമിഷത്തെ ഓർത്ത് പ്രണയപരവശയാവാൻ കഴിയാതെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മാത്രം കരുതി തോട്ടത്തിൽ സിമൻറ്റ് ബെഞ്ചിൽ ഇരിക്കുവാണ് ഭൂമി. അസ്വസ്ഥമായ മനസ്സിനെ പിടിച്ചുകെട്ടാനെന്നോണം അവളുടെ ഓർമ്മകളെ അവൾ രാവിലെ നടന്ന സംഭവത്തിലേക്ക് പായിച്ചു. സൂര്യൻ്റെ കിരണങ്ങളുടെ അസഹ്യമായ തലോടലേറ്റവൾ കണ്ണ് ചിമ്മി തുറന്നു. തന്നെ കരവലയത്തിലാക്കി ചുറ്റി വരിഞ്ഞ് കിടക്കുന്നവനെ അവളൊന്ന് നോക്കി. ശാന്തമായി ഉറങ്ങുകയാണവൻ. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മുഖത്തോട് ഉപമിക്കാവുന്ന ഭാവമായിരുന്നു അവനപ്പോൾ. ഇന്നെങ്ങും അവൻ ഉണരില്ലെന്ന് കണ്ടതും അവളൊന്ന് ഉയർന്നു പൊങ്ങി അവൻ്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. കഴുത്തിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അവൾ കണ്ണ് ചെമ്മി കൺപോളകൾ അവിടെ ഉരസി. ഇക്കിളി തോന്നുന്നതിനൊപ്പം അവൻ മെല്ലെ കണ്ണുകൾ തുറന്നു. അടുത്ത് ചെറുചിരിയോടെ കിടക്കുന്നവളെ കണ്ടതും അവൻ അവളെ ഒന്ന് അണച്ചു പിടിച്ചു. നിനക്ക് കളരി ക്ലാസ്സിൽ പോണ്ടേ? എന്തോ ഓർത്തിട്ടെന്നോണം അവളിൽ നിന്ന് അകന്നുകൊണ്ട് അവൻ ചോദിച്ചു. കോളേജ് തുടങ്ങിയതിൽ പിന്നെ രാവിലെയാണ് ക്ലാസ്. ഈ 10 മണിക്കോ? അവൾ പറഞ്ഞതും അവൻ ക്ലോക്കിലേക്ക് നോക്കി. സമയം 10 മണി കഴിഞ്ഞ് 11 മിനിറ്റായി. നീ എന്താ ഭൂമി നേരത്തെ എഴുന്നേക്കാഞ്ഞേ? കോളേജിൽ പോണ്ടേ? ഒരു കൂർത്ത നോട്ടമായിരുന്നു അവളുടെ മറുപടി. ഈ പറഞ്ഞ ആളെന്തി നേരത്തെ എഴുന്നേക്കാഞ്ഞേ? ഭയങ്കര കൃത്യനിഷ്ഠക്കാരനല്ലേ? പരിഹാസ രൂപേണ അവൾ ചോദിച്ചു.
ഇന്നലെ നിങ്ങൾ കിടന്ന സമയത്ത് തന്നെയാണ് ഞാനും കിടന്നുറങ്ങിയത്. പോരാത്തതിന് ദേഹം മുഴുവൻ എന്ത് വേദനയാ. മുഖം വീർപ്പിച്ചവൾ പറഞ്ഞതും അവൻ അവളെ ഒന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇനിയെങ്കിലും ഒന്ന് മാറാവോ, ഞാൻ പോയി ഒന്ന് കുളിക്കട്ടെ. അവൻ്റെ നെഞ്ചിൽ കിടന്നവൾ പറഞ്ഞതും പിന്നെ അവനൊന്നും മിണ്ടിയില്ല. അവൾ ഫ്രഷ് ആവാൻ കയറി. ദേഹത്തോടെ തണുത്ത വെള്ളം വീണതും പ്രണയനോവിൽ അവളുടെ കുഞ്ഞുടലൊന്ന് പുളഞ്ഞു. തിരിച്ചെത്തി സിന്ദൂരം തൊടാൻ ചെപ്പെടുത്തതും ബാത്റൂമിലേക്ക് കയറി അവൻ ഓടി വന്നു. അതെ, അതിനിവിടെ ഞാനുണ്ട്. ഞാനില്ലാത്തപ്പോൾ മോള് മെനക്കെട്ടാ മതി. കള്ളച്ചിരിയോടെ പറഞ്ഞവൻ അവളുടെ സീമന്തരേഖയെ ചുവപ്പിച്ചു. നാണത്തിൽ കുതിർന്നൊരു പുഞ്ചിരി അവളിൽ വിരിഞ്ഞു. തെക്കൻ അവൾ ഫ്രഷ് ആവാൻ കയറിയപ്പോൾ തന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചിരുന്നു. മുഷിഞ്ഞതൊക്കെ വാരിക്കൂട്ടി അവൾ തെക്കൻ ഇറങ്ങിയതും ബാത്റൂമിൽ വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ടു. തിരിച്ചു വന്നതും ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടാതെ നിൽക്കുന്ന തെക്കനെ കണ്ടവൻ മെല്ലെ അവൻ അടുത്തേക്ക് നടന്നു. ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ടുകൊണ്ടിരിക്കെ മുഖത്തിന് നേരെ എന്തോ വന്ന് വീണതറിഞ്ഞവൾ കണ്ണുയർത്തി നോക്കി. അവളുടെ 18ാം വയസ്സിലെ ബർത്ത്ഡേക്ക് തെക്കൻ വാങ്ങിക്കൊടുത്ത മാലയാണ്. അവളുടെ കണ്ണുകൾ വികസിക്കുന്നതിനൊപ്പം കൈകൾ ആ മാലയിലൊന്ന് തലോടി. ഇത് ഞാനാ വലിപ്പിൽ. ആ, ബുക്ക് കട്ട് ബോധിച്ചതിനൊപ്പം ഇതും കട്ട് ബോധിച്ചു. നീ ഇത് ഇട്ട് കാണണമെന്നൊരാഗ്രഹം. ഇട്ട് തരട്ടെ? അവൻ ചോദിച്ചതും അവൾ തല ഉനിച്ചു നിന്നു. എൻ്റെ പെണ്ണെ, ഇങ്ങനെ തല ഉനിച്ച് നിൽക്കാൻ ഇത് മാലയല്ല. പിന്നെ? അവളുടെ ചോദ്യം കേട്ടവൻ മുട്ടുകുത്തി നിന്ന് മുഖം ഉയർത്തി അവളെ നോക്കി. അവനെ ആകാംക്ഷയോടെ അവൾ നോക്കി നിൽക്കെ മെല്ലെ അവളുടെ ടോപ്പ് പൊക്കി അവളുടെ ആലില വയറിലേക്ക് അവനത് അണിയിച്ചു കൊടുത്തു. അവളുടെ അരക്കെട്ടിൽ ചുറ്റിപ്പണഞ്ഞു കിടക്കവേ മെല്ലെ ഒന്നും മുത്തിക്കൊണ്ടവൻ നാഭിച്ചുഴിയുടെ അരികിലായി മെല്ലെ ദന്തങ്ങളാട്ടി. അവളുടെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു. അവളുടെ അധരങ്ങളൊന്ന് വിറച്ചു. അവൻ്റെ തോളിലേക്ക് അവൾ നഖങ്ങളാട്ടി. രാവണ! എരിവ് വലിച്ചുകൊണ്ട് അവൾ അവനെ തള്ളി മാറ്റി. രാവിലെ നടന്നതൊക്കെ ഒരു യവനിക പോലെ അവളിൽ തെളിഞ്ഞതും അസ്വസ്ഥതയ്ക്കൊരു ശമനം കിട്ടി. അവളുടെ കൈകൾ അറിയാതെ അരക്കെട്ടിലേക്ക് നീങ്ങി. എൻ്റെ പെണ്ണിനെന്തോ കാര്യമായി സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. തെക്കൻ വന്ന് അടുത്തിരുന്നതും അവൾ ഞെട്ടിക്കൊണ്ട് അവരെ നോക്കി. പിന്നെ വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ഒന്ന് മൂളുക മാത്രം ചെയ്തു. എന്നാ പറ. എനിക്ക് ചോദിക്കാനുള്ളത് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറോടാണ്. ഈ നാട്ടിലെ റൗഡികളെ പറ്റിയൊക്കെ അറിയോ? നീ എന്താ ഒരാതി പോലീസ് ചോദ്യം ചെയ്യുന്ന പോലെ? ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരവായില്ല. വളരെ ഗൗരവം നിറഞ്ഞ അവളുടെ മുഖം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അവന് ഗ്രഹിക്കാനാവുന്നില്ലായിരുന്നു. നീ എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം പറ. ഈ ഏരിയയിലെ ക്രിമിനൽസിനെ കുറിച്ചൊക്കെ അറിയുമെന്ന്, എക്സ്പെഷ്യലി രുദ്രസിംഹനും അയാളുടെ അനിയൻ ആനന്ദകേശവനും. അവളുടെ വാക്കുകളിൽ അവനൊന്ന് പതറാതിരുന്നില്ല. കാര്യങ്ങൾ അവൾ അറിഞ്ഞു എന്നായിരുന്നു അവൻ്റെ പേടി. അവരെയൊക്കെ നിനക്കെങ്ങനെ അറിയാം? എന്തിനാ നീ അവരെ പറ്റിയൊക്കെ അന്വേഷിക്കുന്നത്? അവൻ്റെ മുഖത്ത് ആശങ്കയും സംശയവും ചെറിയ ഭയവും പ്രകടമായി. അവരാർക്കാ ഈ നാട്ടിൽ അറിയാത്തത്? പ്രത്യേകിച്ചും ഏതു പെണ്ണ ഈ നാട്ടിൽ അവൻ്റെ കാമക്കരി പുരണ്ട നോട്ടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടിട്ടുള്ളത്? 2 വർഷം മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ +1 പഠിക്കുമ്പോഴാണ് അവരെൻ്റെ ഗായുവിന്. കലങ്ങിയ കണ്ണുകളോടെ പറഞ്ഞുകൊണ്ട് അവൾ കയ്യിലുള്ള പെൻഡ്രൈവ് അവന് നേരെ നീട്ടി. എന്നാൽ എന്താ സംഭവിച്ചതെന്നറിയാതെ തരിച്ചു നിൽക്കുമായിരുന്നു അവൻ. നീ ഇതെന്താ ഈ പെൻഡ്രൈവിൽ? ഗതി കെട്ടിട്ടാ. നീതിക്ക് വേണ്ടി 2 വർഷം കാത്തിരിക്കേണ്ടി വന്ന ഒരു പെണ്ണിൻ്റെ ഗതികേട്. 2 വർഷം മുമ്പ് ഗായത്രി എന്ന പെൺകുട്ടിയെ ആ 2 മൃഗങ്ങൾ കൂടി പിച്ച് ചിന്തിയതിനുള്ള തെളിവായത്. ഇത് നിന്റെ കയ്യിലെങ്ങനെ? പറയാം, എല്ലാം പറയാം. 2 വർഷം മുമ്പേ ഉത്സവപ്പറമ്പിൽ വച്ച അവളെ ഞാൻ കാണുന്നത്. തുടരും.